ഈ തീരദേശത്തിലുള്ള ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കാൻ എന്തെങ്കിലും ഫലപ്രദമായ പദ്ധതി കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കണം, ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ അടുത്ത് ചോദിക്കണം, ഇവിടുത്തെ ടൂറിസം അവരുടെ അടുത്തല്ലേ ചോദിക്കണ്ടേ? അല്ലേ? നമ്മൾ വന്നത് നമുക്കൊരു സന്ദേശം നൽകാനാണ് കഴിയുന്നത്. നമ്മുടെ സമയത്തിൽ നിന്ന് ഏറിയ ഒരു പങ്ക് അത്ര അടുത്ത് വരില്ലേ? അല്ലേ? അത് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിവതും ഇങ്ങനെ മലിനമാക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദിവ്യ പ്രവർത്തനം. അത് ചെയ്താൽ മതി. ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, നേതാക്കളുണ്ട് എന്ന് വിചാരിച്ച് എന്തും കൊണ്ടുവന്നങ്ങ് തട്ടിയിട്ട് പോകാമെന്നുള്ള വിചാരം ആർക്കും പാടില്ല. ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുക, അതിനാണ് ആദ്യത്തെ സന്ദേശം പോകേണ്ടത്. പിന്നെ അങ്ങനെ ഉണ്ടാവുന്നത് നീക്കുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയാണ്. അതിന് ഒരുപാട് സംഘങ്ങളില്ലേ, NGOs ഒരുപാടില്ലേ, അവരെല്ലാം തയ്യാറായി വരികയല്ലേ. എല്ലാവരും ഉപയോഗിക്കണം. ഇന്നും ഇപ്പൊ കാലത്ത് ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് സ്കൂളിൽ അസംബ്ലി ചെയ്ത് അവിടുത്തെ ബസ്സിൽ കയറി വന്ന കുട്ടികളാണ് ഉള്ളത്. ആ ഇമോഷൻ മനസ്സിലാക്കണം. ഒറ്റ കോളിലാണ് വരുന്നത്. അറിയാൻ പിന്നെ അത് സീസണലുമാണ് അല്ലേ? നമുക്ക് കുറച്ചുകൂടെ കര കിട്ടുന്ന സീസണും ഉണ്ടാവും. അതൊരു ലോക പ്രതിഭാസമാണ്. ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായിട്ട് വാട്ടർ ലെവൽസ് റൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് an endangering situation. It's all there. But then what do? We don't cover up. We counter. This is countering. അതല്ലേ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞ, നമ്മളിത് വൃത്തികേടാക്കാനും വരുത്തര് മുഴുവൻ വന്ന് വൃത്തിയാക്കാനും വേണ്ടുന്ന അതാണോ നമ്മുടെ ദൗത്യം? ഫോറിനേഴ്സ് അടക്കം ഇവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് കൊച്ചി കോർപ്പറേഷനിലെ മേയർ അടക്കം അതിനെതിരെയാണ് രംഗത്ത് വന്നത്. അതിന്റെ അവരുടെ അവകാശം, ഞാൻ അതിനെ എതിർത്ത് പറയത്തില്ല. പക്ഷേ അതൊരു യൂറോപ്യൻ സംസ്കാരമാണെന്ന് നമ്മൾ നാണത്തോടെ സ്വീകരിക്കേണ്ടി വരും, നാണിച്ച് സ്വീകരിക്കേണ്ടി വരും. അത് മാത്രമല്ല, മെയിൻ പ്രോബ്ലം സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പുലിമൂട്ട നിർണ്ണയിക്കാനായിട്ടുള്ള ഒരു നിയന്ത്രണമാണ്. ആ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സർ, ഇതിന്റെ പാരിസ്ഥിതിക വിഷയങ്ങളെല്ലാം പരിശോധിച്ചാണ് അതിനുള്ള അനുവാദം കിട്ടുന്നത്. ഈ ഏതാ പാർട്ടി ഏതാ? നിങ്ങൾ തന്നെ ചോദിക്കണം. സെൻട്രൽ ഗവൺമെന്റിന്റെ പുലിമുട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, അങ്ങനെ പറഞ്ഞത് അങ്ങനെ. സർ, ഇതെല്ലാം കൊണ്ടുവന്നത് അതിന്റെ ഉദ്ദേശശുദ്ധി വെച്ചുകൊണ്ട് തന്നെയാണ്. 20 ഇയേഴ്സിന് മുമ്പ് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെങ്കിലും അത് നല്ലതാണെങ്കിൽ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത് എന്ന് പറയാതെ അത് സയന്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണോ എന്ന് നോക്ക്. നമ്മൾ ചുമ്മാ അഭിപ്രായം പറയരുത് അല്ലേ? സാങ്കേതിക അതായത് നമ്മുടെ യൂത്തിനെ കൃത്യമായിട്ട് നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഉപയോഗപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ യൂത്തിനെ എന്തിന് പൊളിറ്റീഷ്യൻസ് ഉപയോഗപ്പെടുത്തണം? യൂത്തിന് ഷുഡ് നോ. ദ ക്വസ്റ്റ്യൻ ഇസ് ബാഡ്ലി ഇന്റൻഡഡ് ഓർ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. യൂത്തിന് അങ്ങനെ ആരുടെയും ടൂളാവേണ്ട ആവശ്യമില്ല. അവര് പുതിയ യുഗത്തിന്റെ സംവിധാനവുമായിട്ട് അവരുടെ ബുദ്ധിയിൽ ജനിക്കും, അവരതുമായിട്ട് വരും. നമ്മളതിന് വേണ്ടുന്ന ചില ജസ്റ്റുകളോ ചില ക്ലൂ കൊടുത്താൽ മതി. നമ്മൾ കൊടുക്കുന്ന ക്ലൂവിനെ അവര് വല്ലാണ്ട് അതിനെ വിപുലീകരിച്ച് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട് അവർക്ക്. I won't agree that you insist that the politicians or the leaders should woo the youth into such activities. No. They have a soul. They have a better soul. Thanks, sir.